ആർപ്പുവിളികളുടെയും വഞ്ചിപ്പാട്ടിന്റെയും അകമ്പടിയോടെ ചമ്പക്കുളം ചുണ്ടൻ നീരണിഞ്ഞു. കുട്ടനാടിന്റെ ആവേശം ഏറ്റുവാങ്ങി ചലച്ചിത്ര താരം ടൊവിനോ തോമസ് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വെള്ളിയാഴ്ച രാവിലെ 7:15 നെഹ്റു ട്രോഫി മത്സരത്തിനായുള്ള ചമ്പക്കുളം ചുണ്ടന്റെ നീരണിയൽ ചടങ്ങ്. PBC പുന്നമടയും അത്ലറ്റിക്കോ ഡി ആലപ്പിയും സംയുക്തമായാണ് ഇത്തവണത്തെ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. 50-ാം വർഷം ആഘോഷിക്കുന്ന ചമ്പക്കുളം ചുണ്ടന്റെ ഇത്തവണത്തെ ക്യാപ്റ്റൻ പ്രമുഖ വ്യവസായി സന്തോഷ് ടി കുരുവിളയാണ്. ലാൽ കുമരകമാണ് ലീഡിംഗ് ക്യാപ്റ്റൻ. പ്രദേശവാസികളായ തുഴച്ചിൽക്കാർക്ക് പുറമെ തദ്ദേശീയരായ പട്ടാളക്കാരും അത്ലറ്റിക്കോ ഡി ആലപ്പിയുടെ താരങ്ങളും തുഴയേറിയും. മുഖ്യാതിഥിയായെത്തിയ ചലച്ചിത്ര താരം ടൊവിനോ തോമസിന് നീരണിയൽ ചടങ്ങ് മറക്കാനാവാത്ത അനുഭവമാണ് സമ്മാനിച്ചത്. ഒരു കായിക വിനോദം എന്നുള്ളതിനപ്പുറം ഇതൊരു നാടിന്റെ ആവേശമാണ്. ഞങ്ങൾ കേട്ടറിഞ്ഞിട്ടുണ്ട്, ഇവിടെ വന്ന് കണ്ടറിയാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം ഇതിന്റെ ഭാഗമാകാൻ സാധിച്ചത്. ഇനി ഇതിന്റെ മത്സരങ്ങൾക്ക് വരാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. ഒന്നാം സ്ഥാനത്ത് 2018 മുതൽ തുടർച്ചയായി ഫൈനലിലെത്തുന്ന വള്ളമാണ് ചമ്പക്കുളം. 1974 നീരണിഞ്ഞ ചമ്പക്കുളം ചുണ്ടൻ 89 UBC കൈനകരിയിലൂടെ ആദ്യ നെഹ്റു ട്രോഫി കരസ്ഥമാക്കി. 2014 മെയ് 15 പുതിയ ചമ്പക്കുളം ചുണ്ടൻ നീരണിഞ്ഞത്. ഇത്തവണത്തെ നെഹ്റു ട്രോഫി തങ്ങൾ തന്നെ നേടുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് പുന്നമട ബോട്ട് ക്ലബ്ബ്.